Education is the process of training the brain for the survival in the future. ഫ്യൂച്ചർ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ ഇനി ഫ്യൂച്ചറിൽ ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആകാൻ, അല്ലെങ്കിൽ ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആകാൻ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത്, അതിലെന്താണോ ഇന്നത്തെ പ്രസൻറ്റ് സിലബസിൽ ഇല്ലാത്തത്, അത് മുഴുവനും ഐഡൻറ്റിഫൈ ചെയ്ത് വാട്ട് ടു ടീച്ച് എന്ന് പറയുന്ന ഒരു കാര്യം റിസർച്ചിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ സ്പേസ് ടെക്നോളജി വരുന്നു, ഓക്കെ, ഇപ്പം AI കഴിഞ്ഞ് സൂപ്പർ ഇൻ്റലിജൻസ് വരുന്നു. അപ്പോൾ ഈ സൂപ്പർ ഇൻ്റലിജൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് വർക്ക് ചെയ്ത ഒരു പാറ്റേണിലായിരിക്കില്ല നാളെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ കുഞ്ഞു നാൾ മുതൽ അവരുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോണ്ടൻസ് എല്ലാം ന്യൂറോ സയൻറ്റിഫിക് അപ്രോച്ചിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. കാര്യം ബ്രെയിനിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഇമോഷൻസും എക്സ്പീരിയൻസസും ഇമേജസുമാണ്. ബ്രെയിൻ ടെക്സ്റ്റ് അല്ല ബ്രെയിൻ സേവ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ് റൂം സ്ട്രക്ചർ എന്നുള്ള ഒരു കൺവെൻഷണൽ രീതി മാറ്റിയേ പറ്റൂ. ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സിനോട് പറയുകയാണ് കീപ് സൈലൻസ്, അല്ലെങ്കിൽ ഒരു 60 കുട്ടികളെ ക്ലാസ്സിലിരുത്തിയിട്ട് ടീച്ചർ സ്റ്റേജിൽ നിന്ന് തിയറി പഠിപ്പിക്കുന്നു, ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നു. ആ ഒരു രീതിയിൽ ഒരിക്കലും എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ അല്ല. ഞങ്ങൾ ആക്ച്വലി പ്രാക്ടിക്കലായിട്ട് ഓരോ സമയത്തും ഓരോ സബ്ജക്റ്റിലും 8 കുട്ടികൾക്ക് ഒരു ടീച്ചറിനെയാണ് കൊടുത്തിരിക്കുന്നത്, ഓരോ സബ്ജക്റ്റിലും. കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നൊവേറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത DS ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ചെയർമാനായ ഡോക്ടർ ബിജികുമാറാണ് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത്. സർ, വെൽക്കം. ശരിക്കും ഈ ഒരു പേര് തന്നെ വളരെ ക്യാച്ചി ആയിട്ട് ഫീൽ ചെയ്യുന്നു, DS ഇൻ്റർനാഷണൽ സ്കൂൾ. ശരിക്കും അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? എന്താ അങ്ങനെ ഒരു പേര്? DS എന്ന് പറഞ്ഞാൽ ഡു ഇറ്റ് യുവർ സെൽഫ് എക്സ്പീരിയൻഷ്യൽ സ്കൂൾ എന്നാണ്. ഓക്കെ. നമ്മൾ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ കാണാതെ കുട്ടികളെ പഠിപ്പിക്കുക, പരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് വാങ്ങിക്കാനായിട്ട് ട്രെയിൻ ചെയ്യുക, ഫുൾ A+ നേടുക, ഇതെന്ന് സമൂഹത്തിൻ്റെയും പാരൻസിൻ്റെയും ഒരു ആവശ്യമാണ്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികളെ സ്വയം ചെയ്യാൻ പ്രാപ്തരാക്കുന്ന ഡു ഇറ്റ് യുവർ സെൽഫ് എക്സ്പീരിയൻഷ്യൽ സ്കൂൾ. എക്സ്പീരിയൻഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ഹാൻഡ്സ് ഓൺ ആയിട്ട് കുട്ടികൾ റിയൽ ടൈമായിട്ട് കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്ന, സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്ന ഒരു രീതിയാണ് ഡു ഇറ്റ് യുവർ സെൽഫ് സിസ്റ്റം. അങ്ങനെയാണ് DS എന്ന പേര് വന്നത്. ശരിക്കും ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണ്? അങ്ങനെ ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ വളരെ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ ആദ്യം തുടങ്ങിയതുപോലെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തം മാറ്റി വളരെ പുതിയതായിട്ടുള്ള ഒരു ഐഡിയയിലോട്ട് ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും ഒരു എളുപ്പമുള്ള കാര്യമല്ല. അല്ല. ഞങ്ങൾ ആദ്യം ചെയ്തത് ഒരു റിസർച്ച് ടീമിനെ ഡെവലപ്പ് ചെയ്യുക. ഈ റിസർച്ച് ടീം ഇതിനു വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കരിക്കുലവും ബിൽഡ് ചെയ്തു. ഞങ്ങളുടെതൊരു കേംബ്രിഡ്ജ് അഫിലിയേറ്റഡ് സ്കൂളാണ്. കേംബ്രിഡ്ജ് കരിക്കുലം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഫ്യൂച്ചർ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ ഇനി ഫ്യൂച്ചറിൽ ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആകാൻ, അല്ലെങ്കിൽ ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആകാൻ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത്, അതിലെന്താണോ ഇന്നത്തെ പ്രസൻറ്റ് സിലബസിൽ ഇല്ലാത്തത്, അത് മുഴുവനും ഐഡൻറ്റിഫൈ ചെയ്ത് വാട്ട് ടു ടീച്ച് എന്ന് പറയുന്ന ഒരു കാര്യം റിസർച്ചിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് മാത്രമല്ല, റിസർച്ച് ഈ ഡെവലപ്പ് ചെയ്ത കോണ്ടൻസ് ഹൗ ടു ടീച്ച്, ഇതെങ്ങനെ കുട്ടികളിൽ എഫക്റ്റീവായിട്ട് എത്തണം, കുട്ടികൾ എങ്ങനെ അത് രസകരമായിട്ട് പഠിക്കണം, കുട്ടികൾ എങ്ങനെ അത് പ്രാക്ടിക്കലായിട്ട് ഹാപ്പി ആയിട്ട് കുട്ടികൾ പഠിക്കണം. കുട്ടികൾക്ക് സ്ട്രെസ്സ് ഫീൽ ചെയ്യാൻ പാടില്ല, കുട്ടികൾക്ക് ഇത് ഓവർലോഡഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല. അപ്പം എങ്ങനെ എത്രത്തോളം രസകരമായിട്ട് ഇത് കുട്ടികളിലേക്ക് എത്തിക്കാം എന്നുള്ള ഹൗ ടു ടീച്ച്, അത് കുട്ടികളെ എക്യുപ്പ് ചെയ്യത്തക്കവണ്ണം ടീച്ചേഴ്സിനെ എക്യുപ്പ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഫോം ചെയ്തു. ഈ 2 ഡിപ്പാർട്ട്മെൻറ്റും ഫോം ചെയ്ത് അവരെ ട്രെയിൻ ചെയ്ത് കോണ്ടൻസും ടീമും എക്വിപ്ഡ് ആയതിനു ശേഷം മാത്രമാണ് ഈ സ്കൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഇപ്പം ഈ ഒരു കാര്യം തന്നെ ഞാൻ ചോദിക്കാൻ വന്നത്, പാരൻസിൻ്റെ ഒരു വലിയ കൺസേൺ ആണ് സിലബസ് അപ്ഡേറ്റഡ് ആണോ എന്നുള്ളത്. ഉം. സൊസൈറ്റി, ഇൻഡസ്ട്രീസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളിത് പഠിച്ചിട്ട് ഇറങ്ങുമ്പം അവർക്ക് അവരുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പാരൻസിന് ഒരു വലിയൊരു വറി തന്നെയാണ്. അതാണ് സാർ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു. Correct. അപ്പം സാറിൻ്റെ ഒരു ഒപ്പീനിയനിൽ എന്ത് സ്കിൽസാണ് കുട്ടികൾക്ക് ഈ ഫ്യൂച്ചറിൽ, അവർക്ക് എന്ത് സ്കിൽ ഈ ഒരു സൊസൈറ്റീനെ നേരിടാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനെ എൻകൗണ്ടർ ചെയ്യാനായിട്ട് എന്ത് തരം സ്കിൽസ് കുട്ടികൾക്ക് ഉണ്ടാവണം എന്നാണ് തോന്നുന്നത്? അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ആദ്യം എഡ്യൂക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രെയിനിങ് ദ ബ്രെയിൻ ഫോർ ദ സർവൈവൽ ഇൻ ദ ഫ്യൂച്ചർ. അതായത് നമ്മുടെ ഓരോ ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും ബ്രെയിനാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ എന്താണ് ഫങ്ഷൻ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നത് ആ ഡിവൈസിൻ്റെ പേരാണ് ബ്രെയിൻ. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു കുട്ടി എങ്ങനെ സർവൈവ് ചെയ്യണം, മാറുന്ന ഇൻഡസ്ട്രിയിൽ പല പല പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നു.
പല പല റിക്വയർമെൻറ്റ്സ് പുതുതാണ്. ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള പല തൊഴിലുകളും ഇന്ന് നമുക്ക് അറിയില്ല, കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഫ്യൂച്ചറിൽ വരുന്ന ഇപ്പോൾ സ്പേസ് ടെക്നോളജി വരുന്നു. ഓക്കെ, ഇപ്പം AI കഴിഞ്ഞ് സൂപ്പർ ഇൻ്റലിജൻസ് വരുന്നു. അപ്പോൾ ഈ സൂപ്പർ ഇൻ്റലിജൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് വർക്ക് ചെയ്ത ഒരു പാറ്റേണിലായിരിക്കില്ല നാളെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചിങ് ഇൻഡസ്ട്രിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ഇൻഡസ്ട്രിയിൽ ഫങ്ഷൻ ചെയ്യാനായിട്ടുള്ള സ്കില്ലുകൾ നമ്മൾ കുഞ്ഞുനാൾ മുതൽ അവരുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോണ്ടൻസ് എല്ലാം ന്യൂറോ സയൻറ്റിഫിക് അപ്രോച്ചിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. കാര്യം ബ്രെയിനിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഇമോഷൻസും എക്സ്പീരിയൻസസും ഇമേജസുമാണ്. ബ്രെയിൻ ടെക്സ്റ്റ് അല്ല ബ്രെയിൻ സേവ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിൻ ന്യൂറോണുകളെ ട്രെയിൻ ചെയ്യത്തക്കവണ്ണം എക്സ്പീരിയൻഷ്യലായിട്ട് കുട്ടികൾ പഠിക്കുമ്പോൾ എക്സ്പീരിയൻസസ് ആയിട്ട് കുട്ടികളുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ആകും. അതുകൊണ്ടാണ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ റിലവൻസ്. അപ്പോൾ എഡ്യൂക്കേഷൻ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രെയിനിങ് ദ ബ്രെയിൻ ഫോർ ദ സർവൈവൽ ഇൻ ദ ഫ്യൂച്ചർ. അപ്പം ഫ്യൂച്ചർ എന്താണെന്ന് അറിയണം. ബ്രെയിനിൽ എങ്ങനെയാണ് കുട്ടി പഠിക്കുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് അറിയണം. ഇത് രണ്ടും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കരിക്കുലമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട്, വളരെ റിയലിസ്റ്റിക് ആയിട്ട്, കുട്ടികൾക്ക് വളരെ രസകരമായിട്ട് പഠിക്കത്തക്കവണ്ണം പ്രോജക്റ്റുകളിലൂടെയും പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലൂടെയും ആക്ടിവിറ്റീസിലൂടെയും. സാധാരണ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് കുറച്ച് ആക്ടിവിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയി എന്നുള്ളതാണ്. നമ്മൾ ബിലീവ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ബേസ്ഡ് ലേണിംഗ് ആണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. അതായത് കുട്ടികൾ മൾട്ടിപ്പിൾ സെൻസറി ഓർഗൻസ് യൂസ് ചെയ്തുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ലേണിംഗ് ബൈ ഡൂയിങ്, അവരൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് റിയൽ ടൈം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആവുന്നത്. അത് മാത്രമല്ല, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണമെങ്കിൽ ഈ കോൺസെപ്റ്റ്സ്, അതായത് നമ്മൾ ഒരു സബ്ജക്റ്റിൻ്റെ തിയറിയിലൂടെ എന്താണോ കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോൺസെപ്റ്റ്സ് റിയൽ ടൈമായിട്ട് എക്സ്പ്ലോറേഷനിലൂടെയോ ഫീൽഡ് വിസിറ്റിലൂടെയോ ഇൻഡസ്ട്രിയൽ വിസിറ്റിലൂടെയോ റിയൽ ടൈമായിട്ട് ഹാൻഡ്സ് ഓൺ ആയിട്ട് ഇൻഡസ്ട്രിയിൽ പോയി തന്നെ, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ പോയി തന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എല്ലാ അർത്ഥത്തിലും ഫുൾഫിൽഡ് ആകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂം സ്ട്രക്ചർ എന്നുള്ള ഒരു കൺവെൻഷണൽ രീതി മാറ്റിയേ പറ്റൂ. ഇപ്പം നമ്മൾ ടീച്ചേഴ്സിനോട് പറയുകയാണ് കീപ് സൈലൻസ്, അല്ലെങ്കിൽ ഒരു 60 കുട്ടികളെ ക്ലാസ്സിലിരുത്തിയിട്ട് ടീച്ചർ സ്റ്റേജിൽ നിന്ന് തിയറി പഠിപ്പിക്കുന്നു, ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നു. ആ ഒരു രീതിയിൽ ഒരിക്കലും എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ അല്ല. അപ്പോൾ കൺവെൻഷണൽ സിസ്റ്റത്തിനെ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ടീച്ചേഴ്സിന് അതിൻ്റേതായിട്ടുള്ള ലിബർട്ടിയും ഫ്രീഡവും നമ്മൾ കൊടുക്കണം. ടീച്ചേഴ്സ് ആർ അലൗഡ് ടു ടേക്ക് ദ ചിൽഡ്രൻ ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം അറ്റ് DS. അപ്പോൾ കുട്ടികളെ എപ്പോഴും വേണമെങ്കിലും ടീച്ചേഴ്സിന് കുറച്ചുകൂടെ എക്സ്പീരിയൻഷ്യലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനായിട്ട് കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാം. അത് മാത്രമല്ല, ഞങ്ങളുടെ അവിടെ വളരെ സ്മോൾ ഗ്രൂപ്പാണ് ടീച്ചേഴ്സിന് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 8 കുട്ടികൾക്ക് ഒരു ടീച്ചറാണ്. അപ്പോൾ അത് ഈ ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ പലരും പറയുമ്പോഴത്തേക്ക് 10:1 അല്ലെങ്കിൽ 12:1, 15:1 എന്ന് പറയും. പക്ഷേ ക്ലാസ്സിൽ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ 30, 40, 50 കുട്ടികൾ കാണും. അത് കുട്ടികളുടെ സ്ട്രെങ്തും ടീച്ചറിൻ്റെ സ്ട്രെങ്തും വെച്ചിട്ടാണ് സാധാരണ സ്കൂളുകൾ ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ പറയുന്നത്. ഞങ്ങൾ ആക്ച്വലി പ്രാക്ടിക്കലായിട്ട് ഓരോ സമയത്തും ഓരോ സബ്ജക്റ്റിലും 8 കുട്ടികൾക്ക് ഒരു ടീച്ചറിനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ സബ്ജക്റ്റിലും. ദാറ്റ് മീൻസ് 24 സ്റ്റുഡൻസ് ആണ് നമ്മുടെ സ്ട്രെങ്ത് എങ്കിൽ ആ ക്ലാസ്സിൽ 3 ടീച്ചേഴ്സ് ആയിരിക്കും കയറുക. അപ്പോൾ അത്രയും പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രാക്ടിക്കൽ ആവണം. പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ വേണം. ഓരോ കുട്ടികൾക്കും എക്സ്പീരിയൻഷ്യലായിട്ട് പഠിക്കാനായിട്ടുള്ള ഫെസിലിറ്റീസ് ക്ലാസ് റൂമിനകത്ത് തന്നെ വേണം, അല്ലെങ്കിൽ ആക്ടിവിറ്റി റൂമിനകത്ത് വേണം. ആക്ടിവിറ്റീസ് വേണം, എക്സ്പെരിമെൻറ്റ്സ് വേണം, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് എക്സ്പ്ലോറേഷൻസ് വേണം, അതുപോലെ തന്നെ പ്രോജക്ട്സ് വേണം, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് വേണം. ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അതിൻ്റേതായിട്ടുള്ള അർത്ഥത്തിൽ ഫുൾഫിൽഡ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ അത് നെയിം സേക്ക് മാത്രമാവും. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടർ ചെയ്തുകൊണ്ടിരുന്ന ടീച്ചറിൻ്റെ സ്കിൽ എന്തായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ടീച്ചേഴ്സിനെ സെലക്ട് കാര്യം ഇത്രയധികം അപ്ഡേറ്റഡ് ആയിരിക്കണം ടീച്ചേഴ്സും. ഇന്നില്ലാത്തതും ആരും കുറ്റമായിട്ട് പറയുന്നതല്ല, ബട്ട് ഇന്നില്ലാത്തതും അതാണ്. ടീച്ചേഴ്സ് അത്ര അധികം അപ്ഡേറ്റഡ് ആണ് എന്ന് തോന്നിയിട്ടില്ല. സോ എങ്ങനെയാണ് ഈ ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ? സ്കിൽ സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ പ്രോബ്ലമാണ്. ഇപ്പം ടീച്ചിങ്ങിലും കംപ്ലീറ്റ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള അത്രയും സ്കിൽഫുൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഏത് സ്കൂൾ എടുത്തു കഴിഞ്ഞാലും ഒരു 10%, 20% മിടുക്കരായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. ആ ടീച്ചേഴ്സിൻ്റെ കഴിവ് കൊണ്ട് ആ സബ്ജക്റ്റ് നന്നായിട്ട് ഡെലിവർ ചെയ്യപ്പെടുന്നുണ്ടാവും. ആ സബ്ജക്റ്റ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റും ആയിരിക്കാം. പക്ഷേ എല്ലാ ക്ലാസ്സിലും എല്ലാ സബ്ജക്റ്റുകൾക്കും അതേ എക്സ്പെർട്ടീസ് കിട്ടുന്നില്ല. അതൊരു റിയൽ പെയിൻ പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ റിസർച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്തത്. കുട്ടികളുടെ റൈറ്റാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും എല്ലാ സബ്ജക്റ്റിലും ഒരേപോലത്തെ ക്വാളിറ്റി ഡെലിവർ ചെയ്യാൻ പറ്റണമെങ്കിൽ ടീച്ചേഴ്സ് എല്ലാവരും ഒരേപോലെ എക്വിപ്ഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സിനെ ഓൺബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 months ട്രെയിനിങ് ആണ്, കമ്പൽസറി ട്രെയിനിങ് ആണ്.
അപ്പോൾ ആ ട്രെയിനിങ് ബെഞ്ചിൽ നിന്ന് അവർ വർക്ക് ബെഞ്ചിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ടീച്ചിങ്ങിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ പോകണമെങ്കിൽ ഡെമോ ക്ലാസ് ഉൾപ്പെടെയുള്ളത് എടുത്ത് അതിന് സർട്ടിഫൈഡ് ആകണം. അപ്പോൾ അതിനൊരു ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ക്ലാസ് റൂം ഒബ്സർവേഷനും ഡെമോ ക്ലാസ്സസും ഒക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് എക്വിപ്ഡ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ടീച്ചേഴ്സിനെ ക്ലാസ്സിലേക്ക് വിടുകയുള്ളൂ. അത് മാത്രമല്ല, ഇതിനെ പറയുന്നത് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻ്റ് എന്നാണ്. അത് വർഷത്തിൽ ഒരിക്കൽ ട്രെയിനിങ് കിട്ടിയോണ്ട് മാത്രം കാര്യമില്ല. അല്ലെങ്കിൽ ഒരു ടീച്ചറിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന ടൈമിൽ മാത്രം ഒരു ട്രെയിനിങ് കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഇതൊരു ഓൺഗോയിങ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അവരുടെ ടൈം ടേബിളിൽ, അവരുടെ വർക്ക് ലോഡിൽ തന്നെ 6 അവേഴ്സ് ട്രെയിനിങ് ഈസ് കമ്പൽസറി ഫോർ എവറി ടീച്ചർ അറ്റ് DS. അപ്പോൾ അത് ടൈം ടേബിളിനുള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ആ സമയത്ത് സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ആയിരിക്കും അവരെ ട്രെയിൻ ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു ട്രെയിനിങ് ഡിവിഷൻ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അവിടെ പാഷനേറ്റ് ആയിട്ടുള്ള രസകരമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ കഥകളിലൂടെ, ഗെയിമുകളിലൂടെ, ചില ഹ്യൂമറുകളിലൂടെ കുട്ടികളെ രസകരമായിട്ട് എൻഗേജ് ചെയ്യിച്ച് ടീച്ചറിനോടും സബ്ജക്റ്റിനോടും ഇൻട്രസ്റ്റും അഫിനിറ്റിയും ഒരു പാഷനും തോന്നുന്ന രീതിയിൽ ആ ടീച്ചറായിരിക്കണം ഫേവറേറ്റ് ടീച്ചർ, ആ സബ്ജക്റ്റ് ആയിരിക്കണം ഫേവറേറ്റ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ് ആകണമെങ്കിൽ ടീച്ചറിൻ്റെ അപ്രോച്ച് അത്രയും കോർഡിയൽ ആയിരിക്കണം, പ്ലസൻ്റ് ആയിരിക്കണം. കുട്ടിക്കൊരു പീസ്ഫുൾനെസ് ആ ക്ലാസ്സിൽ ഫീൽ ചെയ്യണം, എൻ്റർടൈനിങ് ആയിരിക്കണം. അത്തരത്തിൽ എങ്ങനെ ട്രെയിൻ ചെയ്യാം എന്നുള്ളതിൻ്റെ ട്രെയിനിങ്, അതായത് ഹൗ ടു ട്രെയിൻ, ഹൗ ടു ടീച്ച് എന്നുള്ളതാണ് ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൺ തിങ്, ഫസ്റ്റ് 3 months ട്രെയിനിങ് ഈസ് കമ്പൽസറി. അവിടെ നമ്മൾ ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം, ഓക്കെ, നമുക്കവിടെ പണിഷ്മെൻറ്റ്സ് പാടില്ല. കാര്യം കുട്ടികൾ വരുത്തുന്ന മിസ്റ്റേക്സിന് കറക്ഷൻസ് ആണ് വേണ്ടത്. അവർ ചെയ്യുന്നത് ക്രൈമല്ല, കാര്യം കുഞ്ഞു കുട്ടികളാണ്. ഇപ്പം ഇന്ത്യൻ ലീഗൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 18 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു ക്രിമിനൽ ഒഫൻസ് ആവുള്ളൂ. അപ്പം ക്രിമിനൽ ഒഫൻസിനാണ് പണിഷ്മെൻറ്റ്സ് വേണ്ടത്. പണിഷ്മെൻ്റ് എന്നുള്ള വാക്ക് തന്നെ നമ്മൾ ആക്ച്വലി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് മാറ്റണം. കറക്ഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ കുട്ടികളെ അതിനെ ബോധവൽക്കരണം ചെയ്യണം. മോൻ ഇത് ചെയ്തത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചില വാല്യൂസ് കുട്ടികളിൽ പ്രാക്ടിക്കലായിട്ട് ഇൻസ്റ്റിൽ ചെയ്ത് അവരെ അഡ്വൈസ് ചെയ്ത്, ചിലപ്പോൾ ഒരു തവണ പറഞ്ഞാൽ കറക്റ്റ് ആകുന്നതിന് പകരം ചിലപ്പം 10 തവണയോ 20 തവണയോ 100 തവണയോ പറയേണ്ടി വരും. പക്ഷേ തീർച്ചയായിട്ടും കറക്ഷൻസ് ആർ പോസിബിൾ. നമ്മൾ കൂടുതൽ ഒരു കുട്ടിയെ സ്നേഹിക്കുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ഒരുപക്ഷെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ളപ്പോഴും നമ്മളെ സ്നേഹിച്ച ടീച്ചറായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താത്ത ടീച്ചറായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഉപദേശിച്ച ടീച്ചറായിരിക്കും, നമ്മളോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച ടീച്ചറായിരിക്കും, സുഖമില്ലാതെ ഒരാഴ്ച കിടന്നിട്ട് വരുമ്പോഴത്തേക്ക് അസുഖമൊക്കെ മാറിയോ മോനെ എന്ന് സ്നേഹത്തോടു കൂടെ ചോദിച്ച ടീച്ചറായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ സബ്ജക്റ്റ് അല്ല ഒരു കുട്ടിയെ സബ്ജക്റ്റിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്, മറിച്ച് ആ ടീച്ചറിൻ്റെ അപ്രോച്ചാണ്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ക്ലാസ് റൂം അല്ലെങ്കിൽ എൻ്റയർ സ്കൂൾ തന്നെ ഒരു ഹാപ്പി പ്ലേസ് ആയിട്ട്, ഒരു പീസ്ഫുൾ പ്ലേസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും ചേരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം വെച്ചിട്ട് നമുക്കൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. എസ്പെഷ്യലി നമ്മളൊരു കൺവെൻഷണൽ ആയിട്ടുള്ള സേജ് ഓൺ സ്റ്റേജ് മോഡലിൽ നിന്ന്, അതായത് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു സേജ് പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന്, ചോക്ക് ആൻഡ് ബോർഡ് സിസ്റ്റത്തിൽ നിന്ന് പ്രാക്ടിക്കലായിട്ട് കയ്യിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് കുട്ടികൾ മൂവ് ചെയ്തുകൊണ്ട് ചെയ്യത്തക്കവണ്ണമുള്ള ഒരു എക്കോ സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യണം. ടീച്ചേഴ്സിനെ ആ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മൾ ക്വാളിഫിക്കേഷനേക്കാൾ ഉപരി വില്ലിങ്നെസ് ടു അൺലേൺ ആൻഡ് ലേൺ ന്യൂ തിങ്സ് ആണ് നമ്മൾ ടീച്ചേഴ്സിൽ പ്രതീക്ഷിക്കുന്നത്. അവർ എക്സിസ്റ്റിംഗ് ആയിട്ട് അവർ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇത്തരത്തിലൊരു സിസ്റ്റത്തിനെ അവർക്ക് എങ്ങനെയാണ് ഹോൾ ഹാർട്ടഡ്ലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക, നമ്മുടെ ഈ സിസ്റ്റവുമായിട്ട് ജെല്ലാകാനും അലൈൻഡ് ആകാനും അത്തരത്തിൽ ചേഞ്ച് ചെയ്യാനും തയ്യാറായിട്ടുള്ള ടീച്ചേഴ്സ്, അവരെ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് ട്രെയിൻ ചെയ്ത് നമ്മുടെ ഒരു ഫിലോസഫിയിലേക്കും വാല്യൂസിലേക്കും കൊണ്ടുവന്ന് അവർ മനസ്സുകൊണ്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ, സാലറിക്ക് വേണ്ടിയിട്ടോ ജോബിന് വേണ്ടിയിട്ടോ അല്ല, ഇതൊരു വിഷണറി പ്രോജക്റ്റാണ്, ഇതൊരു ചേഞ്ച് ഇൻ ദ മാർക്കറ്റാണ്. അപ്പോൾ ഇതിൽ എനിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു എന്നുള്ള രീതിയിൽ പാഷനേറ്റ് ആയിട്ട് ഒരു സെൽഫ് ഇനിഷ്യേറ്റീവായിട്ട് അവർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് കുട്ടികളിലേക്ക് അത് എല്ലാ അർത്ഥത്തിലും മീനിങ് ഫുള്ളായിട്ട് റീച്ച് ആകുള്ളൂ. അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവരുടെ ജോലി ചെയ്യുന്നു, കടമ ചെയ്യുന്നു, കർത്തവ്യം ചെയ്യുന്നു, അവർ പോകുന്നു. അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരു കുട്ടികളിൽ ഒരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ പറ്റില്ല. ഓരോ കുട്ടിയും ഒരു ടീച്ചറിനെ അമ്മയെപ്പോലെ സ്നേഹത്തോടുകൂടെ കാണാൻ പറ്റണമെങ്കിൽ ആ ടീച്ചർ ഒരു അമ്മയായി മാറണം. അത് ആ പ്രൊഫഷനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പാർട്ടാകണം.
അത്തരത്തിൽ പാഷനേറ്റ് ആയിട്ട് കുട്ടികളെ സ്നേഹത്തോടുകൂടെ പഠിപ്പിക്കാൻ, അവനെ എത്ര തവണ വേണമെങ്കിലും പഠിപ്പിക്കാനായിട്ട് മനസ്സുകൊണ്ട് തയ്യാറാകുകയും അവൻ്റെ ചില വികൃതികളെ ക്ഷമിക്കാനായിട്ടുള്ള ഒരു മനസ്സ്, ആ പേഷ്യൻസ്, ടോളറൻസ് ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സ്കൂൾ എഡ്യൂക്കേഷനിൽ നല്ലൊരു ടീച്ചറാകുന്നത്. ഒരു ടീച്ചർ നല്ലൊരു മെൻറ്റർ ആയിരിക്കണം. ഒരു ടീച്ചർ ഒരു മദർ ആയിരിക്കണം. ഒരു ടീച്ചർ ഒരു ഗൈഡ് ആയിരിക്കണം. ഒരു ടീച്ചർ ഒരു ട്രെയിനർ ആയിരിക്കണം. ഒരു ടീച്ചർ അതുപോലെ തന്നെ ഒരു കോച്ചായിരിക്കണം. ഒരു 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 കുഞ്ഞിൻ്റെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്ന കോച്ചിങ് കൊടുക്കേണ്ടതും ടീച്ചറാണ്. ഇപ്പം നമ്മൾ ക്രിക്കറ്റ് ടീം കോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ കൊണ്ട് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ടും കുറച്ചുകൂടെ ഹൈ എനർജിയിലും പെർഫോം ചെയ്യിക്കാനായിട്ടുള്ള മോട്ടിവേഷൻസ് ആണ് അവർ കൊടുക്കുന്നത്. ഉം. അപ്പോൾ ഒരു ടീച്ചറും അത്തരത്തിൽ അവരുടെ ഒരു ലൈഫിലെയും കരിയറിലെയും ഒരു കോച്ചായി മാറണം, ഒരു ഗൈഡായി മാറണം. ടീച്ചർ ഷുഡ് ബി ഏബിൾ ടു ഷോ ദ ഡയറക്ഷൻ. ഒരു മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചറിന് ആ മാത്സിലൂടെ, ആ സബ്ജക്റ്റിലൂടെ കരിയറിലേക്കുള്ള ഒരു ഡയറക്ഷൻ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കാണിച്ചു കൊടുക്കാൻ പറ്റണം. ദാറ്റ് മീൻസ് മോനെ ഈ മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ മാത്സിൽ വളരെ പാഷനേറ്റ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ സബ്ജക്റ്റ് ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ മോനെ കാത്തിരിക്കുന്ന IIT ആണ്. അപ്പോൾ IITയിലേക്കുള്ള ഒരു ഡ്രീമും ഡയറക്ഷനും കൊടുക്കാൻ പറ്റുന്ന ഒരു ഗൈഡായിരിക്കണം ഒരു ടീച്ചർ. ഒരു ടീച്ചർ ഒരു ട്രൂ മോട്ടിവേറ്റർ ആയിരിക്കണം. ഒരു ടീച്ചർ ഒരു ട്രൂ ലീഡർ ആയിരിക്കണം. ഈ എല്ലാ ക്വാളിറ്റീസും ഇതൊക്കെയാണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ പണിഷ്മെൻറ്റ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കറക്ഷൻസിലേക്കും അഡ്വൈസസിലേക്കും നമ്മൾ മാറ്റിയപ്പോൾ തന്നെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറായി. ഇപ്പോൾ കുട്ടികൾ പ്രിപ്പയർഡാണ്, പീസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് തയ്യാറാണ്. ഇനി അവരിലേക്ക് നമുക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും. ഉം. അത്തരത്തിൽ എല്ലാ ടച്ച് പോയിൻറ്റ്സിനെയും ക്ലിയർ ചെയ്തിട്ട് ഡെലിവർ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് വാല്യൂ സിസ്റ്റമാണ് നമ്മൾ DSൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ടീച്ചേഴ്സിന് ഈ ട്രെയിനിങ് പീരീഡിൽ തന്നെ ഈ ഒരു പേഷ്യൻസ് ആണെങ്കിലും പണിഷ്മെന്റ് ലെസ് ആയിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ള ട്രെയിനിങ് പീരീഡിൽ തന്നെ ടീച്ചേഴ്സിനെയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, യെസ് കുട്ടികളെ മാത്രമല്ലാണ്ട്. യെസ് ടീച്ചേഴ്സ് കുട്ടികളെ സ്നേഹിക്കണം. കുഞ്ഞുങ്ങൾ ടീച്ചേഴ്സിനെ സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും വേണം. ടീച്ചേഴ്സിനെ ഗുരുസ്ഥാനത്ത് തന്നെ കാണണം. ഉം. അത് അവിടെ ടീച്ചേഴ്സ് എത്ര ഫ്രണ്ട്ലി ആയാലും കുട്ടികൾ ആ ബൗണ്ടറി ക്രോസ് ചെയ്യാൻ പാടില്ല. പാടില്ല. കുട്ടികൾക്ക് ടീച്ചേഴ്സിനെ ഹഗ് ചെയ്യാം, ഉം. ടീച്ചേഴ്സിനോട് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് ഇടപെടാം. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സിനോട് ഒരു രീതിയിലുള്ള ഡിസ്റെസ്പെക്റ്റ് അവർ കാണിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലും ട്രെയിനിങ് നമ്മൾ നടക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ ഒരു ഹാപ്പിനെസ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ചിൽഡ്രനെ അവരെ ഇമോഷണലി കുറച്ചധികം ഒരു ഫ്രീഡം ആണെങ്കിലും ഒക്കെ കൊടുത്തിട്ടാണ് കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നതെന്ന് പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അക്കാഡമിക്സിലും അവർ എക്സൽ ചെയ്യുകയും വേണം. സോ നമുക്കറിയാം DSലെ സ്റ്റുഡൻസ് അത്രത്തോളം അക്കാഡമിക്സിൽ എക്സൽ ചെയ്യുന്ന കുട്ടികളാണ്. True. സോ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ആ ഒരു ബ്രിഡ്ജ് ഇതെങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ ഈ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്തുള്ള ഹാപ്പിനെസ് മാത്രമല്ലല്ലോ. കുട്ടികൾ കുഞ്ഞുങ്ങളാണ്. അവർക്കെപ്പോഴും കളിക്കാനും ഗെയിം കളിക്കാനും എൻ്റർടൈൻമെൻറ്റും ആയിരിക്കും അവരുടെ താല്പര്യം. അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുത്തിട്ട് അക്കാഡമിക്സിനെ കോംപ്രമൈസ് ചെയ്താൽ ഫ്യൂച്ചറിൽ ഈ ഹാപ്പിനെസ് കുട്ടിക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഹാപ്പി ആയിട്ട് കുട്ടി പഠിക്കണം. കുട്ടി പഠിക്കുന്ന അറ്റ്മോസ്ഫിയർ, സ്കൂൾ അറ്റ്മോസ്ഫിയർ വളരെ പീസ്ഫുൾ ആയിരിക്കണം. കുട്ടികൾ ഹാപ്പി ആയിട്ട് പഠിക്കണം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. മീൻ ടൈം ഫ്യൂച്ചറിലും അവർ ഹാപ്പി ആയിരിക്കണമെങ്കിൽ അക്കാഡമിക്സിനെ കോംപ്രമൈസ് ചെയ്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അക്കാഡമിക്സിൽ തന്നെ ചില കീ സബ്ജക്റ്റുകൾ കുഞ്ഞുനാൾ മുതൽ തന്നെ അവരെ നല്ലോണം ട്രെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകണം. കുട്ടികളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് പല രക്ഷകർത്താക്കളും ഞാൻ സംസാരിക്കും, പലരും പറയാറുണ്ട്, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നെ ചൂരൽ കൊണ്ട് ഒരുപാട് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് അവൻ പഠിച്ചില്ലേലും കുഴപ്പമില്ല, അവൻ ഹാപ്പി ആയിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരു പക്ഷേ പാരൻസിനുള്ള വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം പാരൻസിനെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. പക്ഷേ അതിൽ ഒരു പാർട്ട് കറക്റ്റാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് പഠിത്തത്തിനെ കോംപ്രമൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അക്കാഡമിക്സിനെ കോംപ്രമൈസ് ചെയ്തിട്ട് സ്കൂൾ ടൈമിൽ ബിൽഡ് ചെയ്യേണ്ട കാര്യങ്ങളെ കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് കുട്ടികൾക്കുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അതായത് കുട്ടിക്ക് ഒരു ഓൺട്രപ്രണർ ആകാം, +2 പോലും ക്വാളിഫൈ ചെയ്യണമെന്നില്ല, സ്കൂൾ എഡ്യൂക്കേഷൻ പോലും കംപ്ലീറ്റ് ചെയ്യാതെ ഒരു വലിയ ബിസിനസ് എംപയർ ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ചില എക്സാമ്പിൾസ് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ടുള്ളവർ മൾട്ടി-ബില്യൺ ബിസിനസ് എംപയർ ബിൽഡ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. പക്ഷേ അതൊക്കെ എക്സംഷൻസ് ആണ്. എക്സംഷൻസ് ആർ നോട്ട് എക്സാമ്പിൾസ്. ചില എക്സംഷൻസിനെ എടുത്തിട്ട് എന്നാൽ പിന്നെ പഠിക്കാതെ തന്നെ നമുക്കൊരു വലിയ ബിസിനസ് എംപയർ ബിൽഡ് ചെയ്യാം, നമുക്കൊരു 1000 എംപ്ലോയീസിനെയൊക്കെ റൺ ചെയ്യുന്ന ഒരു റിക്രൂട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് റൺ ചെയ്യാമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും.
അത് ചിലപ്പോൾ നടക്കുമായിരിക്കാം. പക്ഷേ നമ്മൾ അങ്ങനെയല്ല കുട്ടികളെ എല്ലാ രീതിയിലും തന്നെ എക്വിപ്പ് ചെയ്യണം.